الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنا تصرفون. ഈ ആയത്ത് അതിൻ്റെ തഫ്സീറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇമാം സഅദി റഹിമഹുല്ലാ അതിന് നൽകിയിട്ടുള്ള തഫ്സീറിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചു. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരേ ഒരു ആത്മാവിൽ നിന്നാണ്. സുമ്മ ജഅല മിൻഹാ സൗജഹ, പിന്നീട് ആ ആത്മാവിന്റെ ഇണയെ ആ ആത്മാവിൽ നിന്ന് തന്നെ അവൻ ഉണ്ടാക്കി. ജഅല, അവൻ ഉണ്ടാക്കി, സൃഷ്ടിച്ചു. മിൻഹ, ആ ആത്മാവിൽ നിന്ന്. സൗജഹ, ആ ആത്മാവിന്റെ ഇണയെ. വഅൻസല ലക്കും മിനൽ അൻആമി 8 അസ്വാജിൻ, കാലികളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി തന്നു. 8 അസ്വാജിൻ, 8 ഇണകളെ. 8 ഇണകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുകളിൽ നിന്ന് 4 ഇണകൾ വന്നു, ഒട്ടകത്തിൽ നിന്ന് 2 ഇണകൾ വന്നു, പശുവിൽ നിന്ന് 2 ഇണകൾ വന്നു. അപ്പോൾ മൊത്തം 8ആയി. യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്നാണ്. വയറുകളിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്. അത് ഖൽഖൻ മിൻ ബഅദി ഖൽഖ്, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായിട്ട്, സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഫേസുകൾ, ഘട്ടങ്ങളായിട്ട്. ഫി ളുറുമാത്തിൻ 3, മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളെ സൃഷ്ടിച്ചത് 3 ഇരുട്ടറകളിലായിട്ടാണ്, 3 ഇരുട്ടുകളിലായിട്ട്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് സർവാധിപത്യം. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ന്യായമായി ആരാധിക്കപ്പെടേണ്ട ഒരാളില്ല. ഫഅന്നാ തുസ്റഫൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുന്നത്? ഈ ആയത്തിന്റെ അർത്ഥം കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ഇനി അതിന്റെ അവസാന ഭാഗം തഫ്സീർ നോക്കണം. യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, അവിടെ മുതലാണ് തഫ്സീർ നോക്കാനുള്ളത്.
വലമ്മ ദക്കറ ഖൽഖ അബീന വ ഉമ്മിന ദക്കറ ഇബ്തിദാഅ ഖൽഖിന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ, ലമ്മ ദക്കർ എന്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഖൽഖ അബീന വ ഉമ്മിന, നമ്മുടെ പിതാവായ ആദമിനെയും ഉമ്മയായ ഹവ്വാഇനെയും സൃഷ്ടിച്ചതിനെ കുറിച്ച്, അവരെ രണ്ടുപേരെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ ദക്കറ ഇബ്തിദാഅ ഖൽഖിന, നമ്മുടെ സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ തുടക്കത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അത് മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം, ഉൽപ്പത്തി, അതിനെക്കുറിച്ച്. ഉൽപ്പത്തി മണ്ണിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇരു കൈകൾ കൊണ്ടുമാണ് സൃഷ്ടിച്ചത്. അത് നല്ല പശിമയുള്ള കളിമണ്ണിൽ നിന്നാണ്. കറുത്ത കളറുള്ള കളിമണ്ണ്, ഉണങ്ങിക്കഴിഞ്ഞാൽ മുട്ടുമ്പോൾ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണ്. ആ കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. ആദമിൽ നിന്നാണ് ആദമിന്റെ ഇണയായ ഹവ്വാഇനെ സൃഷ്ടിച്ചത്. ഈ കാര്യങ്ങളെല്ലാം ദിക്റു ഇബ്തിദാഇ ഖൽഖിന, നമ്മുടെ സൃഷ്ടിപ്പിന്റെ പ്രാരംഭത്തെക്കുറിച്ച്, ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പരാമർശമാണ്. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം ഫഖാൽ, തുടർന്നുകൊണ്ട് അല്ലാഹു പറയാണ്, യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും. അപ്പൊ ആദമിനെയും ആദമിന്റെ ഇണയെയും സൃഷ്ടിച്ചത് കഴിഞ്ഞാൽ പിന്നീട് അവരിൽ നിന്നുണ്ടാകുന്ന സന്തതി പരമ്പരകൾ, അവരെ അഥവാ നിങ്ങളെ, മനുഷ്യ മക്കളെ, ആദമിന്റെ മക്കളെ അള്ളാഹു സൃഷ്ടിച്ചത് ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിലാണ്. ബത്ന് അതിന്റെ ബഹുവചനമാണ് ബുത്തൂൻ. ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ബുത്തൂനുകളിലാണ്, ഉദരങ്ങളിലാണ്. മാതാക്കളുടെ ഉദരങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, സൃഷ്ടിപ്പിന് ശേഷം സൃഷ്ടിപ്പായിട്ട്, അഥവാ സൃഷ്ടിപ്പ് വിവിധ ഘട്ടങ്ങളിലായി. അതാണ് വഖദ് ഖലഖക്കും അത്വാറ, അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് പല ഘട്ടങ്ങളിലാണ്. ആ ഘട്ടങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ ഹജ്ജിലും മറ്റു പല സ്ഥലങ്ങളിലും അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട്. ഉമ്മമാരുടെ ഉദരത്തിൽ മനുഷ്യ മക്കളെ സൃഷ്ടിക്കുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യം നുത്ഫത്തുൻ അംശാജ്, അഥവാ ബീജസങ്കലനം നടന്നതിന് ശേഷമുള്ള ആ സൈഗോട്ട്, അതിനെ അള്ളാഹു ഗർഭാശയത്തിലേക്ക് എത്തിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം നുത്ഫത്തിന്റെ ഘട്ടം കഴിഞ്ഞാൽ അലഖ, ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന, തൂങ്ങിക്കിടക്കുന്ന അലഖത്തിന്റെ ഘട്ടം പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുൽഗ, ഒരു ചുയിങ്കമോ മറ്റോ നമ്മൾ ചവച്ചു തുപ്പിയാൽ, മലഗ എന്ന് പറഞ്ഞാൽ ചവച്ചു എന്നാണ് അതിന് അറബി ഭാഷ. അപ്പൊ മുൽഗത്ത് എന്ന് പറഞ്ഞാൽ ചവച്ചു തുപ്പിയതുപോലെ ഈ ഭ്രൂണത്തിൽ സോമൈറ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന, രൂപപ്പെട്ട് കാണുന്ന ആ രൂപമായി. അത് മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, അതില് ഒരു മനുഷ്യക്കുഞ്ഞിന്റെ രൂപം കാണാവുന്ന തരത്തിലുള്ള സ്റ്റേജ് ഉണ്ട്, കാണാത്ത രൂപത്തിലുള്ള മനുഷ്യക്കുഞ്ഞിന്റെ അവയവങ്ങൾ ഓരോന്നും, തല, അതുപോലെ തന്നെ നെഞ്ഞ്, വയറ്, കൈകാലുകൾ, ഇതൊക്കെ വേറിട്ട് കാണുന്ന രൂപം, അതാണ് മുഖല്ലഖ. അങ്ങനെയുള്ള രൂപങ്ങൾ വേറിട്ട് കാണാത്തതാണ് ഗൈറു മുഖല്ലഖ. അപ്പോൾ ആദ്യം വേറിട്ട് കാണാത്തൊരു ഘട്ടം, പിന്നീട് ഇത്തരം ശരീര അവയവങ്ങൾ വേറിട്ട് കാണുന്ന ഒരു രൂപത്തിൽ തന്നെ, മുഖല്ലഖത്തായ രൂപത്തിൽ തന്നെ. എന്നിട്ട് ആ കുഞ്ഞിനെ വനുഖിറു ഫിൽ അർഹാമി മാ നശാ, ഗർഭാശയത്തിനകത്ത് നാം ഉദ്ദേശിക്കുന്ന അത്രയും സമയം ആ കുഞ്ഞിനെ നാം തന്നെ നിലനിർത്തുന്നു. അത് 9 മാസം ഏതാനും ദിവസങ്ങളുമാണ് പൂർണ്ണമായ ഒരു കാലയളവ്. ചിലപ്പോൾ അതിന് നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ അള്ളാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ,
സൃഷ്ടിപ്പിന്റെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി വഖദ് ഖലഖക്കും അത്വാറ, അവൻ നിങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് വ്യാഖ്യാനം കൊടുത്തത് ഐ തൗറൻ ബഅദ തൗരിൻ ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഐ തൗറൻ ബഅദ തൗരിൻ, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടം. ആ ഘട്ടത്തിന്റെ വിശദാംശങ്ങൾ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ സൂറത്തുൽ ഹജ്ജിലുള്ള ആയത്ത് നമ്മൾ നോക്കിയാൽ മതി. ഇന്നാ ഖലഖനാകും യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ആ ഘട്ടങ്ങൾ അള്ളാഹു വളരെ മനോഹരമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നുത്ഫത്ത്, അലഖത്ത്, മുളുഗത്ത്, ആ മുളുഗത്തിൽ തന്നെ മുഖല്ലഖത്ത്, ഗൈറു മുഖല്ലഖത്ത്, വനുഖിറു ഫിൽ അർഹാമി മാ നശാ, ഐ തൗറൻ ബഅദ തൗർ, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിട്ട്. വഅൻതും ഫീ ഹാലിൻ ലാ യദ മഖ്ലൂഖിൻ തമസ്സുകും, വഅൻതും നിങ്ങൾ ആയിരിക്കെ, ഫീ ഹാലിൻ ഒരു അവസ്ഥയിൽ, ലാ യദ മഖ്ലൂഖിൻ തമസ്സുകും, ഒരു സൃഷ്ടിയുടെയും കൈകൾക്ക് നിങ്ങളെ സ്പർശിക്കുക സാധ്യമല്ല. നിങ്ങളെ സ്പർശിക്കുന്ന ഒരു സൃഷ്ടിയുടെ കയ്യുമില്ല. ലാ എന്നുള്ളത് നാഫിയത്താണ്. ഐ നാഫിയത്തുൻ ലിൽ ജിൻസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ അതിലുപയോഗിച്ചിട്ടുള്ള ലാ പോലെ തന്നെ അത് വന്നു കഴിഞ്ഞാൽ അതിന് ഇസ്മും വേണം, ഖബറും വേണം. അതിന്റെ ഇസ്മാണ് യദ മഖ്ലൂഖിൻ. ലാ നാഫിയത്തു ലിൽ ജിൻസ്, അതിന്റെ ഇസ്മിന് നസ്ബാണ് കൊടുക്കുക. അവിടെ നസ്ബ് കാണുന്നുണ്ട്, മൻസൂബ് ബിൽ ഫത്ഹത്തി ളാഹിറത്തി. കാരണം അത് മുലാഫാണ്. അത് മുലാഫ് അല്ലായിരുന്നുവെങ്കിൽ അതിനെ നമ്മൾ പറയാ മബ്നിയുൻ അലൽ ഫത്ഹത്തി എന്നാണ് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലുള്ളടത്ത്. ഇത് യദ മഖ്ലൂഖിൻ, മുലാഫ് മുലാഫ് ഇലൈഹിയാണ്. ഒരു സൃഷ്ടിയുടെയും കൈ ഇല്ല. പിന്നെ അതിനുശേഷം പറയുന്നു തമുസ്സുക്കും, അതൊരു ജുംലയാണ്. മസ്സ യമുസ്സു, തമുസ്സു. തമുസ്സു എന്ന് താഴ് കൊടുക്കാൻ കാരണം അതിന്റെ ഫാഇല് മുഅന്നസ് ആയതുകൊണ്ടാണ്. യദിലേക്ക് മടങ്ങുന്ന ലമീർ മുസ്തതിർ, തഖ്ദീറുഹു ഹിയ യഊദു ഇലാ കലിമത്തി യദ്. കൈ എന്ന് പറയുന്ന ആ പദത്തിലേക്ക് മടങ്ങുന്ന ലമീറാണ്. ശരീരത്തിലുള്ള ഇത്തരം പേറുകളായിട്ടുള്ള അവയവങ്ങളെല്ലാം തന്നെ സമാഴിയായ മുഅന്നസുകളാണ്. അപ്പൊ അത് മുഅന്നസ് ആയതുകൊണ്ടാണ് യമുസ്സു എന്നതിന് പകരം തെമുസ്സു നിർത്തത്. അപ്പൊ ഫിഅലായി, അതിന്റെ ഫാഇല് ലമീറായി. കും എന്ന് പറയുന്നത് മഫ്ഊലുൻ ബിഹിയാണ്. ആ ഫിഅലും ഫാഇലും കൂടി ചേർന്നിട്ടുള്ള ജുംല അത് ഖബറു ലാ അന്നാഫിയ, ലാ നാഫിയത്തിന്റെ ഖബറാണ്. അപ്പൊ ഫി മഹല്ലി റഫ്ഇൻ, റഫ്ഇന്റെ സ്ഥാനത്തായിരിക്കും. അതിന് റഫാണ് കൊടുക്കുക. അപ്പൊ നിങ്ങളെ വഅൻതും ഫീ ഹാലിൻ ലാ യദ മഖ്ലൂഖിൻ തമസ്സുകും, നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ കഴിച്ചു കൂട്ടിയത് ആ അവസ്ഥ, സൃഷ്ടികളിൽ ഒരാളുടെ കൈ പോലുമില്ല നിങ്ങളെ സ്പർശിക്കാനായിട്ട്. വലാ ഐന തൻദുറു ഇലൈക്കും, വലാ ഐന ഒരു കണ്ണുമേ ഇല്ല, തൻദുറു ഇലൈക്കും നിങ്ങളെ നോക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു ഘട്ടം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ. വഹുവ ഖദ് റബ്ബാക്കും വലാ ഐന തൻദുറു ഇലൈക്കും, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ. ലാ നാഫിയത്താണ്, വലാ ഐന തൻദുറു ഇലൈക്കും. വഹുവ ഖദ് റബ്ബാക്കും ഫീ ദാലിക്കൽ മകാനിൽ ദയ്യിഖ്. വഹുവ അവൻ അഥവാ അല്ലാഹ്, ഖദ് റബ്ബാക്കും തീർച്ചയായും അവനാണ് നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നത്. റബ്ബായി റബ്ബി എന്ന് പറഞ്ഞാൽ തർബിയത്ത് ചെയ്യുക, വളർത്തിക്കൊണ്ടുവരിക. അത് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരിക. ഫീ ദാലിക്കൽ മകാനിൽ ദയ്യിഖ്, ആ ഇടുങ്ങിയ സ്ഥലത്ത്. ഒരു ഗർഭാശയം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ആ ഗർഭാശയത്തിനകത്ത് നിങ്ങളെ ഘട്ടം ഘട്ടമായി, നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും വേണ്ടത്, നിങ്ങളൊരു നുത്ഫത്താകുമ്പോഴുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അലഖത്താകുമ്പോഴുള്ള ആവശ്യങ്ങൾ വേറെയാണ്. മുളുഗത്താകുമ്പോഴുള്ള ആവശ്യം വേറെയാണ്. ഗൈറു മുഖല്ലഖത്താകുമ്പോൾ അതിന്റെ അവസ്ഥ വേറെയാണ്, ആവശ്യങ്ങൾ വേറെയാണ്. മുഖല്ലഖത്താകുമ്പോൾ അതിന്റെ ആവശ്യങ്ങൾ വേറെയാണ്.
ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുകയും നിങ്ങൾക്ക് ഉപദ്രവകരമായി തീരുന്ന വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അവനാണ്. അത് ഫീ ളുലുമാത്തിൻ സലാസിൻ, 3 ഇരുട്ടുകളിലായിട്ടാണ്. ഈ മനുഷ്യക്കുഞ്ഞ് കിടക്കുന്നത് 3 ഇരുട്ടുകൾക്കുള്ളിലാണ്. ഏതാണ് ആ 3 ഇരുട്ടുകൾ? ഒന്ന് ളുലുമത്തിൽ ബത്തുൻ, അബ്ഡോമിനൽ വാൾ, അല്ലെങ്കിൽ നമ്മുടെ ഉദരത്തിന്റെ ഭിത്തി, ഉദരഭിത്തി, അത് സൃഷ്ടിക്കുന്ന ഇരുട്ട്, അതാണ് ആ ഇരുട്ട്. അതിനുള്ളിൽ പിന്നെ സുമ്മ ളുലുമത്തുർ റഹ്ം, ഗർഭാശയ ഭിത്തി, യൂട്രസ് വാള്, ഗർഭാശയത്തിന്റെ ഭിത്തി, അതിനുള്ളിലുമാണ് ഉദരത്തിന്റെ ഭിത്തി, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഗർഭാശയത്തിന്റെ ഭിത്തി. അപ്പൊ 2 ഇരുട്ടറകളിൽ രണ്ടാമത്തേത് കഴിഞ്ഞു. സുമ്മ ളുലുമത്തിൽ മശീഷ, പിന്നെ മശീഷത്ത് എന്ന് പറയുന്നത് കുട്ടിയെ ആവരണം ചെയ്തുണ്ടാകുന്ന പ്ലാസന്റ, അതിന്റെ ഭിത്തിയാണ്. നമ്മള് പ്ലാസന്റ എന്നൊക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി കിടക്കുന്നത് ഇങ്ങനെ ഒരു ആംനിയോട്ടിക് സാക്കിനകത്താണ്, അതാണ് എന്ന് പറയാം. അത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഷീമ, അതാണ് സാധാരണ കുട്ടിയെ ആവരണം ചെയ്തുണ്ടാകുന്ന, മെഡിക്കൽ സയൻസിൽ അവർ ആംനിയോട്ടിക് സാക്ക് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ മറുപിള്ള ഒക്കെ ഉള്ള കൂടിയ കുട്ടിയെ വലയം ചെയ്ത് കിടക്കുന്ന അതിനെ പറ്റി പറയും. ദാലിക്കുമുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ദാലിക്കും അവനാണ്. ദാലിക എന്നുള്ളത് ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, ദൂരമുള്ള ഒന്നിനെ ഇഷാറത്ത് ചെയ്യാനാണ് ആ വാക്ക് വരിക. ആ വാക്ക് ദാല് മാത്രമാണ് ഇഷാറക്കുള്ളത്. വല്ലാമു ലിൽ ബുഅദ്, ദാലിക എന്ന് പറയുന്ന ലാമ് ദൂരെ എന്നുള്ള അർത്ഥം കിട്ടാനാണ് ലാമ്. വൽ കാഫു അവിൽ ഔക്കും, ദാലിക എന്ന് പറയുമ്പോൾ ഉള്ള കാഫ് അല്ലെങ്കിൽ കും എന്ന് പറയുന്നതിനുള്ള ആ ഇത്, അത് ലിൽ ഖിത്താബ്, ആരോടാണോ പറയുന്നത് അവരെ അഭിസംബോധന ചെയ്യാനാണ്. ഒരാളെയാണ് അഭിസംബോധന ചെയ്യെങ്കിൽ ദാലിക എന്ന് പറയും. അത് രണ്ടാളോടാണെങ്കിൽ ദാലിക്കുമ, അത് പലരോടാണെങ്കിൽ ദാലിക്കും എന്ന് പറയും. അപ്പൊ അത് 3 കൂടിയതാണ് സത്യത്തിൽ ഇസ്മുൽ ഇഷാറ. ഒന്ന് ഇഷാറത്തിനുള്ള അക്ഷരമുണ്ട്, അതാണ് ദാല്. ബുഅദിനെ സൂചിപ്പിക്കാൻ, അകലെ ദൂരെ എന്നത് സൂചിപ്പിക്കാനാണ് ലാമ്. വല്ലാമു ലിൽ ബുഅദ് വൽ കാഫു ഔ കും ലിൽ ഖിതാബ്, കും എന്ന് പറയുന്നത് ഖിതാബിന് വേണ്ടിയാണ്. ദാലിക്കും അത് പറയുന്നത് ഒന്നിലധികം ആളുകളോടാകയാൽ ദാലിക്കും, അതാണ്, അവനാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അവൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? യാതൊരുവൻ, അവനാണ് ആകാശങ്ങൾ സൃഷ്ടിച്ചത്, ഭൂമി സൃഷ്ടിച്ചത്. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത്. വഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചത്. വഖലഖ ലകും അൽ അൻആമ വന്നിഅം, നിങ്ങൾക്ക് വേണ്ടി കാലികളെ സൃഷ്ടിച്ചത്, അനുഗ്രഹങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വേണ്ടി കാലികളെ, അനുഗ്രഹങ്ങളെ സൃഷ്ടിച്ച, അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തിയ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് യാതൊരുവൻ, അവനാണവൻ. ആരാണവൻ? ദാലിക്, അവൻ ആരാണ്? അല്ലാഹ്, അവൻ അള്ളാഹുവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തത് അള്ളാഹുവാണ്. ഖലഖസ് സമാവാത് വൽ അർദ് വസഖറ ശംസ് വൽ ഖമർ വഖലഖകും വഖലഖൽ അൻആമ വന്നിഅം, ഇതെല്ലാം ചെയ്തത് അള്ളാഹുവാണ്. അവൻ അള്ളാഹുവാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലദീ റബ്ബാക്കും. വറബ്ബു ഹുവൽ ഖാലിഖ് അൽ മാലിക് അൽ മുദബ്ബിർ. ഖാലിഖ് റബ്ബാകണമെങ്കിൽ സൃഷ്ടിപ്പ് അവന്റെ കയ്യിലാകണം, ഉടമസ്ഥത അവന്റെ കയ്യിലാകണം. മുദബ്ബിർ, ആ സൃഷ്ടിയുടെ കാര്യങ്ങളെല്ലാം തദ്ബീർ ചെയ്യുന്നവനാകണം. ഓരോ ഘട്ടത്തിലും അതിനാവശ്യമുള്ളതെല്ലാം കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അതിന് ഉപദ്രവകരമാകുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും അതിന് സംരക്ഷണം നൽകുന്നു. ഇങ്ങനെയുള്ള ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നവൻ
അവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുക്കും എന്ന് പറഞ്ഞാൽ അൽ മഅ്ലൂഹ് ഐ അൽ മഅ്ലൂഹുൽ മഅബൂദ്. അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മുൽ ജലാല, ആ വാക്ക് ജാമിദാണോ മുഷ്തഖാണോ എന്നത് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള ഭിന്നതയുള്ള ഒരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും ഭാഷാ പണ്ഡിതന്മാരിൽ അവലംബിക്കാവുന്ന അധിക പേരും പറഞ്ഞിട്ടുള്ളത് അത് മുഷ്തഖാണ്. അലിഹ ഇലഹു എന്നതിൽ നിന്നാണ് ഇലാഹ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നാണ് അള്ളാഹു ഉണ്ടായിട്ടുള്ളത്, അള്ളാഹ് എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ വരുമ്പോ അതിന്റെ അർത്ഥം വരിക അൽ മഅ്ലൂഹു അൽ മഅബൂദ്. അവനാണ് മഅ്ലൂഹ്, ഇലാഹാക്കപ്പെടേണ്ടവൻ, ഇലാഹായി സ്വീകരിക്കാൻ തരപ്പെട്ടവൻ. അൽ മഅബൂദ്, ഇബാദത്തിന് അർഹപ്പെട്ടവൻ. അവനാകുന്നു ആരാധ്യൻ, അവനാണ് ആരാധന ചെയ്യപ്പെടേണ്ടവൻ. കാരണം അവൻ ഇലാഹാണ്, മഅബൂദാണ് എന്ന് പറയാൻ കാരണം അല്ലദീ റബ്ബാക്കും വദബ്ബറക്കും, അവനാണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, അവനാണ് നിങ്ങളെ തദ്ബീർ ചെയ്തിട്ടുള്ളത്, നിയന്ത്രിച്ച് പരിപാലിച്ച് കൊണ്ടു നടക്കുന്നത്. റബ്ബ എന്ന് പറയുന്ന വാക്കിൽ തന്നെ തദ്ബീർ ഉണ്ട്. പക്ഷെ അത് പിന്നെ അന്ന് പ്രത്യേകം പറയുന്നത്, അതൊരു സ്പെഷ്യൽ റെഫറൻസ് കൊടുക്കുന്നത് അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ നിങ്ങളെ തെർബിയത്ത് ചെയ്തിട്ടുണ്ട്. ആ തെർബിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവൻ ഖാലിഖാണ്, മാലിക്കാണ്. അതിന്റെ പുറമെ ദബ്ബറക്കും, നിങ്ങളെ തദ്ബീർ ചെയ്തിട്ടുള്ളവരാണ്. ഫകമാ അന്നഹുൽ വാഹിദു ഫീ ഖൽഖിഹി, ഫകമാ അന്നഹു, അവൻ ആയതുപോലെ, അൽ വാഹിദു, ഏകനായതുപോലെ, ഫീ ഖൽഖിഹി, സൃഷ്ടിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അവന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അവൻ ഏകനായതുപോലെ, വതർബിയതിഹി, സൃഷ്ടിജാലങ്ങളെ, അവന്റെ സൃഷ്ടികളെ പരിപാലിക്കുന്നതിൽ അവൻ ഏകനായതുപോലെ. സൃഷ്ടിക്കുന്നതിൽ അവനെ പോലത്തെ വേറൊരു സൃഷ്ടാവില്ല. സൃഷ്ടിപ്പിൽ അവനൊരു പങ്കാളിയില്ല, സൃഷ്ടിപ്പിൽ അവനൊരു സഹായിയില്ല. അങ്ങനെ അവനെപ്പോലെ ഒരു സൃഷ്ടാവ്, അവന് ഒരു പങ്കാളി അല്ലെങ്കിൽ അവനെ ഒരു സഹായി, അങ്ങനെയുള്ള ഒരാളും സൃഷ്ടിപ്പിലില്ല. വതർബിയതിഹി, അതുപോലെ തന്നെ ഈ സൃഷ്ടികളെ മുഴുവനും പരിപാലിക്കുന്നത് അവൻ തനിച്ചാണ്. അവനെ പോലെ പരിപാലിക്കുന്ന മറ്റൊരുവനില്ല. പരിപാലനത്തിന് അവനോട് പങ്കുചേരാവുന്ന ഒരു പങ്കാളിയില്ല. പരിപാലനത്തിൽ, ഈ സൃഷ്ടിജാലങ്ങളെ മുഴുവനും പരിപാലിക്കുന്നതിൽ അവനെ സഹായിക്കുന്ന ഒരാളുമില്ല. അങ്ങനെ ഖൽഖിലും തെർബിയത്തിലും അവൻ ഏകനാണ് എന്നതുപോലെ ലാ ശരീക ലഹു ഫീ ദാലിക്, ലാ ശരീക ലഹു, അവന് പങ്കാളിയില്ല, ഫീ ദാലിക്, ആ കാര്യത്തിൽ, അതിൽ അവനൊരു പങ്കാളിയില്ലാത്തതുപോലെ ഖൽഖിന്റെയും തദ്ബീറിന്റെയും കാര്യത്തിൽ അവൻ ഏകനാണ്. അവനെപ്പോലെ ഒരുവനില്ല, അവനൊരു പങ്കാളിയില്ല, അവനൊരു സഹായിയില്ല എങ്കിൽ അതേപോലെ ഫഹുവൽ വാഹിദ്, അതേപോലെ അവൻ ഏകനാണ്. ഫി ഉലൂഹിയത്തിഹി, അവന്റെ ആരാധ്യതയുടെ കാര്യത്തിൽ, ഇലാഹായി കാണുന്ന കാര്യത്തിൽ വേറൊരാളുമില്ല, അവൻ മാത്രമേ ഇലാഹായിട്ടുള്ളൂ. ലാ ശരീക ലഹു, ആരാധ്യതയുടെ കാര്യത്തിൽ അവനൊരു പങ്കാളിയുമേ ഇല്ല. വലിഹാദ ഖാൽ, റുബൂബിയ്യത്തിന്റെ കാര്യത്തിൽ, ഖൽഖിന്റെയും മിൽക്കിന്റെയും തദ്ബീറിന്റെയും കാര്യത്തിൽ, സൃഷ്ടിപ്പിന്റെയും ഉടമസ്ഥതയുടെയും സ്ഥിതി പരിപാലിക്കുന്നതിന്റെയും കാര്യത്തിൽ അവൻ ഏകനാണ്. അവനെപ്പോലെ ഒരുവനില്ല, അവനൊരു പങ്കാളിയില്ല, അവനൊരു സഹായിയില്ല എങ്കിൽ അതേപോലെ അവൻ ഏകനാണ്. ഫഖദ ലാ ശരീക ലഹു ഫി ഉലൂഹിയത്തിഹി, ഉലൂഹിയത്തിൽ അൽ വാഹിദു ഫി ഉലൂഹിയത്തിഹി ലാ ശരീക ലഹു, ഉലൂഹിയത്തിൽ അവൻ ഏകനാണ്, അവനൊരു പങ്കാളിയുമില്ല. അതുകൊണ്ടാണ് വലിഹാദ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ. അവിടെ ലാ അന്നാഫിയത്തു ലിൽ ജിൻസ്, ഇലാഹ് എന്ന് പറയുന്ന ഇനത്തിൽ ഒരാളുമില്ല. അപ്പൊ ലാ ഇലാഹ എന്ന് പറയുമ്പോ ജിൻസിനെ തന്നെ നഫി ചെയ്യുന്നു, നിഷേധിക്കുന്നു. ഒരു ഇലാഹുമില്ല. ലാ അന്നാഫിയത്തു ലിൽ ജിൻസ്, അതിന്റെ ഗ്രാമർ അനുസരിച്ച് അതിന് എന്ത് വേണം? അതിന് ഇസ്മും വേണം, പിന്നെ ഖബറും വേണം. അതിന്റെ ഇസ്മു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുഫ്രദായ വേർഡാണെങ്കിൽ, ഒരു സിംഗിൾ വേർഡാണെങ്കിൽ അത് മബ്നിയുൻ അലൽ ഫത്ഹത്തി എന്നുള്ളിടത്താണ്
ഗ്രമേറിയൻസ് അധികം ഉള്ളത്. ഇവിടെ അങ്ങനെയാണ് ലാ ഇലാഹ. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മബ്നിയുൻ അലൽ ഫത്ഹത്തി. ഇലാഹ അത് മുലാഫ് മുലാഫ് ഇലൈഹിയായി വരികയാണെങ്കിൽ അപ്പൊ മൻസൂബായിരിക്കും. നസ്ബിന്റെ അലാമത്ത് അവിടെ ഫത്ഹോ മറ്റോ കാണുകയും ചെയ്യും. ഇവിടെ അങ്ങനെ മുലാഫ് മുലാഫ് ഇലൈഹി എല്ലാം മുഫ്രദാണ്. അപ്പോൾ അത് മബ്നി അലൽ ഫത്ഹത്താണ്. അത് മൻസൂബ്. അതിന്റെ ഇഅ്റാബ് ചോദിക്കുകയാണെങ്കിൽ നസ്ബാണ്. നസ്ബിന്റെ സ്ഥാനത്താണ് അതുള്ളത്. പിന്നെ അതിന്റെ ഖബർ എവിടെ? ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോൾ അവിടെ ഖബർ ഇല്ല. അതിന്റെ ഖബർ ലാ ഇലാഹ മൗജൂദുൻ. ലാ ഇലാഹ മൗജൂദുൻ ബിഹഖ്ഖിൻ ലാ മഅബൂദ ബിഹഖ്ഖിൻ. അവിടെ ഒരു മൗജൂദ് നമ്മൾ സങ്കല്പിക്കണം. അതാണ് അതിന്റെ ഖബർ. ഖബറുഹു മഹ്ദൂഫ്. ലാ നാഫിയത്തുൽ ജിൻസിന്റെ ഖബർ അത് മർഫൂ ആയിരിക്കും. മർഫൂ ആയിട്ടുള്ള ഖബർ അവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒരു ഇലാഹ് ഇല്ല. ഉള്ളവനായിട്ട് ലാ ഇലാഹ, ഒരു ഇലാഹുമേ മൗജൂദല്ല, ഇല്ല. ഇലാഹ് എന്ന് പറയുമ്പോ ഒരു ഇലാഹു ഇല്ല എന്ന് പറഞ്ഞാൽ ഇലാഹുൽ ഹഖ് ഇല്ല, ന്യായമായി ആരാധിക്കേണ്ടവനില്ല. മഅബൂദ് ബിഹഖില്ല എന്നാണ്. ലാ മഅബൂദ ബിഹഖിൻ മൗജൂദിൻ ഇല്ലല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ മൗജൂദുൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്നതിന് നമ്മൾ അർത്ഥം പറയുകയാണെങ്കിൽ കലിമത്ത് തൗഹീദിന്റെ ഷഹാദത്തിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ മൗജൂദുൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ, അവൻ ഇല്ലാഹു അവനല്ലാതെ, അല്ലാഹു അല്ലാതെ ന്യായമായി ആരാധിക്കാൻ തരപ്പെട്ടവനായി ആരുമേ ഇല്ല. ഫഅന്നാ തുസ്റഫൂൻ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുന്നത്? സ്വറഫ യസ്രിഫു എന്ന് പറഞ്ഞാൽ സർഫ് ചെയ്തു, തിരിച്ചു കളഞ്ഞു. ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന്, വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്നതിന്, തിരിച്ചു കളയുന്നതിനാണ് സ്വറഫ യസ്രിഫു എന്ന് പറയാം. തുസ്രിഫൂൻ നിങ്ങൾ തിരിച്ചു കളയുന്നു. തുസ്റഫൂൻ അതിന്റെ അൽ മബ്നിയുൽ മജ്ഹൂൽ പാസീവ് വോയിസിലേക്ക് മാറ്റി നിങ്ങൾ തിരിപ്പിക്കപ്പെടുന്നു, നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുന്നു. ഫഅന്നാ തുസ്റഫൂൻ. അന്നാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബഅദ ഹാദൽ ബയാൻ, ഈ വിശദീകരണത്തിന് ശേഷം. ഏത് വിശദീകരണം? ബയാനും ബി ബയാൻ ഇസ്തിഹ്ഖാഖിഹി തആല ലിൽ ഇഖ്ലാസ് വഹദ. ആ ബയാൻ എന്താണ്? ഇസ്തിഹ്ഖാഖിഹി, അല്ലാഹുവിന്റെ അർഹത. വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ അർഹതയാണ്, അവന്റെ അർഹതയാണ്. തആല, ആ അള്ളാഹു ഉന്നതനാണ്. അവനുള്ള അർഹത, ഏതിനുള്ള അർഹത? ലിൽ ഇഖ്ലാസ് വഹ്ദഹു, അവനെ മാത്രം ആരാധന ചെയ്യാൻ, അള്ളാഹ്ക്ക് മാത്രം ആരാധന ചെയ്യാനുള്ള അവകാശം. അത് മുകളിൽ പറഞ്ഞതുപോലെ ഇത്രയും വൃത്തിയായി വെടിപ്പായി വിവരിച്ചു തന്നതിന് ശേഷം പിന്നെ എങ്ങനെയാണ് നിങ്ങളെ തിരിപ്പിച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുന്നത് ഏതിലേക്ക് തിരിപ്പിക്കുന്നു? ഇലാ ഇബാദത്തിൽ ഔസാൻ, പലതരത്തിലുള്ള വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിലേക്ക്. കാരണം ഇവിടുത്തെ ബയാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ബോധ്യമാകുന്ന അത്രയും അപ്പീലിംഗ് ആണ്, അത്രയും കൺവിൻസിംഗ് ആണ്. യാതൊരു സംശയമല്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചത്, ഉടമപ്പെടുത്തുന്നത്, ഓരോ ഘട്ടങ്ങളിലും അവയെ വളർത്തിക്കൊണ്ട് വേണ്ടതെല്ലാം കൊടുക്കുകയും ഉപദ്രവമുണ്ടാക്കുന്നതിനെയെല്ലാം തടുക്കുകയും ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ്. അവനെപ്പോലെ വേറൊരുത്തനില്ല, അവനതിൽ പങ്കാളിയില്ല, അവനതിൽ സഹായിയില്ല. ഇതെല്ലാം അവനാണ് ചെയ്തതെങ്കിൽ അവൻ മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ആരാധ്യൻ, അവൻ മാത്രമാണ് ന്യായമായി ആരാധിക്കപ്പെടേണ്ടവൻ. ലാ ഇലാഹ ഇല്ലാഹു ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ മൗജൂദുൻ ഇല്ലാഹു. അവനല്ലാതെ ന്യായമായി ആരാധിക്കപ്പെടേണ്ട ഒരുത്തനുമേ ഇല്ല. ഫഅന്നാ തുസ്റഫൂൻ. ഈ കാര്യം ഇത്രയും വെടിപ്പായി വൃത്തിയായി ഭംഗിയായി വിവരിച്ചു തന്നിട്ട് പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാത്രം ആരാധ്യത എന്ന ഈ സത്യത്തിൽ നിന്ന് ഇലാ ഇബാദത്തിൽ ഔസാൻ,
വിഗ്രഹാരാധനയിലേക്ക് നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുന്നത്. ആ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ തുദബ്ബിറു ശൈഅൻ, അവ യാതൊന്നിനെയും തദ്ബീർ ചെയ്യുന്നില്ല, സൃഷ്ടിക്കുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല, തദ്ബീർ ചെയ്യുന്നില്ല. ഇവരാരാധിക്കുന്ന മുഴുവൻ ദൈവങ്ങളും എടുക്കുക, ആ മുഴുവൻ ദൈവങ്ങളും ഒറ്റക്കോ അല്ലെങ്കിൽ സംയുക്തമായോ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല, അല്ലെങ്കിൽ സൃഷ്ടിപ്പിൽ അവർക്കൊരു പങ്കില്ല, അല്ലെങ്കിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ സഹായിക്കുക പോലും ചെയ്തവരല്ല, അവർക്കതിലൊരു പങ്കുമില്ല. ലാ തുദബ്ബിറു ശൈഅൻ വലൈസ ലഹാ മിനൽ അംരി ശൈ, കാര്യത്തിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിന്റെ, ഈ സൃഷ്ടി ലോകത്തിന്റെ വിഷയത്തിൽ നിന്ന്, കാര്യത്തിൽ നിന്ന് ഒരു ചുക്കും അവരുടെ കയ്യിലില്ല. അങ്ങനെയുള്ള ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുന്നത്? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. ബഅദ ബയാൻ ബി ബയാൻ ഇസ്തിഹഖാഖിഹി, അവന്റെ, അവൻ എന്ന ഹി എന്നുള്ള ദമീർ യഊദു ഇലാ ഇസ്മിൽ ജലാല അല്ലാഹ്, അള്ളാഹുവിലേക്കാണ്, അള്ളാഹ് എന്ന വാക്കിലേക്കാണ് അത് മടങ്ങുന്നത്. അപ്പൊ അള്ളാഹിന്റെ ആ ഇസ്തിഹഖാഖ്, അർഹത, അത് ഇത്രയും കൃത്യമായി ബയാൻ ചെയ്തതിന് ശേഷം അവന്റെ അർഹത, എന്തിനുള്ള അർഹത? ലിൽ ഇഖ്ലാസു വഹദഹു വൽ ഇഖ്ലാസു ഹുവ ഇഫ്റാദുൽ ഇബാദത്തി ലില്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമായി ഇബാദത്ത് ചെയ്യുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയാ, തനിച്ചാക്കുക. ഏത് വിഷയത്തിൽ? ഇബാദത്തിന്റെ കാര്യത്തിൽ. ആരെ? അള്ളാഹുവിന്. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, തനിച്ച് അവന് മാത്രം കൊടുക്കണം എന്ന് പറയാം. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. വൽ ഇഖ്ലാസ് ഹുവ ഇഫ്റാദുൽ ഇബാദത്തി ലില്ലാഹി വഹദ. ആ സത്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നത് ഏതിലേക്ക്? ഇലാ ഇബാദത്തിൽ ഔസാൻ അല്ലത്തി ലാ തുദബ്ബിറു ശൈഅൻ വലൈസ ലഹാ മിനൽ അംരി ശൈ. അപ്പൊ ഈ ആയത്തിന്റെ തഫ്സീർ ഇപ്പൊ നമ്മൾ മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞു. ഇനി അത് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് കിട്ടും. ഇനി അടുത്തത്, അടുത്ത ആയത്തിലേക്ക് പോകാം. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർളാ ലിഇബാദിഹിൽ കുഫ്ർ വഇൻ തശ്കുറു യർളഹു ലക്കും വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. ഇതിലുള്ള ഓരോ ഭാഗങ്ങളും മുഫ്രദാത്തുകൾ, ഓരോ മുഫ്രദാത്തുകൾ ഓരോന്നെടുത്ത് നോക്കിയാൽ ഓരോന്നും സ്വതന്ത്രമായ ആശയങ്ങളാണ്. വളരെ അർത്ഥവത്തായ, നമ്മുടെ മനസ്സിനെ ശരിക്കും സ്പർശിക്കേണ്ട, നമ്മെ വല്ലാതെ സ്വാധീനിക്കേണ്ട കുറെ ആശയങ്ങൾ, സ്വതന്ത്രമായ ആശയങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ. അള്ളാഹുവിനോടുള്ള നന്ദികേട് എന്ന് പറഞ്ഞാൽ അത് അവനിലുള്ള അവിശ്വാസമാണ്. അവനിലുള്ള അവിശ്വാസം എന്ന് പറഞ്ഞാൽ അവനെ തള്ളിക്കളയുക എന്നല്ല, അവനെ മാത്രം റബ്ബും ഇലാഹുമായി സ്വീകരിക്കേണ്ടതിന് പകരം മറ്റാരെങ്കിലും റബ്ബും ഇലാഹുമായിട്ട് അംഗീകരിക്കുക ശിർക്ക് എന്നുള്ളതാണ്. അപ്പൊ ശിർക്കാണ് ഏറ്റവും വലിയ നന്ദികേട്. എല്ലാ കുഫറും ഷിർക്കാണ്, എല്ലാ ഷിർക്കും കുഫറുമാണ്. എല്ലാ കുഫറിലും ഷിർക്കുണ്ടാകും, എല്ലാ ഷിർക്കും കുഫറാകും എന്ന് പറയുന്നതിൽ ആർക്കും സംശയമൊന്നും തോന്നൂല. ഷിർക്ക് ചെയ്താൽ ദീനിൽ നിന്ന് പുറത്തു പോകും, അത് കുഫറാണ്. എല്ലാ ഷിർക്കിലും കുഫറുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കുഫർ നമ്മൾ എടുത്തു നോക്കിയാലും അതിൽ അള്ളാഹുവിനോടുള്ള നന്ദികേടായി തീരുന്ന ഷിർക്ക്, പങ്ക് ചേർക്കൽ എന്ന് പറയുന്ന ഷിർക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ ഇൻ തക്ഫുറു, നിങ്ങൾ അവനിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ കുഫറിൽ അകപ്പെടുന്നുവെങ്കിൽ, ആ നന്ദികേട് നിങ്ങൾ കാണിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് അള്ളാഹുവിന് ദോഷം വരുത്തും, അള്ളാഹ്ക്കെന്തോ അധികാരത്തിൽ കുറവ് വരും, അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിശ്ചയമായും അള്ളാഹു ഗനിയ്യുൻ, അവൻ ധന്യനാണ്, ആവശ്യമില്ലാത്തവനാണ്, അൻകും, നിങ്ങളെ തൊട്ട്, നിങ്ങളിൽ നിന്ന് ധന്യനാണ്, നിങ്ങൾ ആവശ്യമല്ല,
നിങ്ങളും നിങ്ങളുടെ ആരാധനയും അള്ളാഹുവിന് ആവശ്യമേ ഇല്ല. നിങ്ങളും നിങ്ങളുടെ ആരാധനയും മുഖേന അള്ളാഹുവിന് എന്തെങ്കിലും അവന്റെ അധികാരങ്ങളിൽ ഒരു വർധനവുണ്ടാവാൻ പോകുന്നില്ല. അവന്റെ സ്വാധീനത്തിൽ അവനൊരു വർധനവുണ്ടാകാൻ പോകുന്നില്ല. അവന്റെ ഉലൂഹിയത്തിൽ, അവന്റെ റുബൂബിയത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം അത് കൂടുതൽ വരുത്താൻ പോകുന്നില്ല. വലാ യർളാ ലിഇബാദിഹിൽ കുഫർ, പക്ഷേ വലാ യർളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നില്ല, അവൻ പൊരുത്തപ്പെട്ടു തരില്ല. റളിയ യർളാ, ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു, പൊരുത്തപ്പെട്ടു എന്നൊക്കെയാണ് അതിന്റെ മലയാള വാക്ക്. അവൻ പൊരുത്തപ്പെട്ടു തരില്ല. ആർക്ക്? ലിഇബാദിഹി, അവൻ സൃഷ്ടിച്ച അവന്റെ അടിയാറുകൾക്ക്. അവൻ സൃഷ്ടിച്ച അവന്റെ അടിയാറുകൾക്ക് അവൻ പൊരുത്തപ്പെടുന്ന കാര്യമല്ല അൽ കുഫർ. കുഫർ കാണിക്കുക എന്നുള്ളത്, നന്ദികേട് കാണിക്കുക എന്നുള്ളത്. നന്ദികേട് എന്ന് പറഞ്ഞാൽ അവന്റെ മാത്രം ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിക്കുക എന്നുള്ളത്. റബ്ബായി, ഇലാഹായി അവൻ മാത്രമേ ഉള്ളൂ, അല്ലാഹ് മാത്രമേ ഉള്ളൂ. സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചവനായി അവനല്ലാതെ, ഉടമപ്പെടുത്തുന്നവനായി അവനല്ലാതെ, നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനായി അവനല്ലാതെ വേറെ ആരുമില്ല. റുബൂബിയത്ത് അവനു മാത്രം അവകാശപ്പെട്ടതാണ്. റുബൂബിയത്ത് അവനു മാത്രം അവകാശപ്പെട്ടതാണെങ്കിൽ അവനു മാത്രമേ ആ സൃഷ്ടിജാലങ്ങൾ ആരാധ്യത വകവെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, ആരാധ്യത വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ റുബൂബിയത്തിലും ഉലൂഹിയത്തിലുമുള്ള ഏകത്വം, ആ ഏകത്വം അംഗീകരിക്കാതെ പോകുന്നത്, അതിൽ കുറവ് വരുത്തുന്നതാണ് നന്ദികേട്, അതാണ് കുഫർ. അങ്ങനെയുള്ള കുഫർ അള്ളാഹു അവന്റെ സൃഷ്ടികളായ അടിയാറുകൾക്ക് അവൻ പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു അവനിൽ പങ്കു ചേർക്കുക എന്ന ഈ കുഫർ, ഈ നന്ദികേട്, ആ അക്രമം, ഇന്ന ശിർക ലളുൽമുൻ അദീം, ആ ശിർക്കാണ് ഏറ്റവും വലിയ അതിക്രമം. അതിനേക്കാൾ വലിയ അതിക്രമം വേറെയില്ല. അതവൻ പൊറുക്കില്ല, അതവൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. വഇൻ തഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, ഏതാണ് ഏറ്റവും വലിയ നന്ദി? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തും അവന്റെ മാത്രം ഉലൂഹിയത്തും റുബൂബിയത്തും ഉലൂഹിയത്തും വകവെച്ചു കൊടുക്കുക. അള്ളാഹു മാത്രമാണ് റബ്ബ്, ഖാലിഖായി, മാലിക്കായി, മുദബ്ബിറായി അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ മാത്രമാണ് ഇലാഹ്, ഇലാഹുൽ ഖൽഖ്, ഇലാഹുൽ ഹഖ്, അവൻ മാത്രമാണ്. അത് വേറെ ഒരാൾക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക, അത് അള്ളാഹ്ക്ക് മാത്രം വകവെച്ചു കൊടുക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുക. അതാണ് അവനോട് നമ്മൾ ചെയ്യുന്ന, നമുക്ക് ചെയ്യാവുന്ന ശുക്ർ. അതാണ്. അല്ലാതെ അവൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് ഓരോന്നിനും പകരം ശുക്ർ ചെയ്യാൻ നിന്നാൽ അതതിന് ഒരിക്കലും പകരമാവില്ല. അത്ര വലുതാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ. അതിന് പകരം കൊടുക്കാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു അതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം അളവറ്റ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോ അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്, ഈ ശുക്ർ മാത്രം. അവന്റെ മാത്രം റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും നിങ്ങൾ വകവെക്കുക. മറ്റു സൃഷ്ടികളുടെ റുബൂബിയത്തോ ഉലൂഹിയത്തോ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക. ഇതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതിനാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആല മാത്രാണ് റബ്ബ്, ഇലാഹ് എന്ന് അംഗീകരിക്കണം. അത് മാത്രമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ കുഫ്റാനു താഗൂത്ത്, താഗൂത്തുകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ ശുക്ർ കാണിക്കുകയാണെങ്കിൽ യർളഹു ലക്കും, അതാണ് അവൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുള്ളത്, അതാണ് അവൻ നിങ്ങൾക്ക് അനുശാസിച്ചിട്ടുള്ളത്, നിങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്, അതിലാണ് അവന്റെ പൊരുത്തമുണ്ട് എന്ന് അവൻ അറിയിച്ചിട്ടുള്ളത്. ഇത് വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്താണ്. മറ്റൊന്നങ്ങനെയല്ലേ, അതുകൊണ്ട് ഞാനും അങ്ങനെ എന്ന് പറയരുത്. ഓരോ സൃഷ്ടിയെയും അള്ളാഹു വേറിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഭൂലോകത്തേക്ക് ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത് ഏകരായിട്ടാണ്. കമാ ഖലഖ്നാകും അവ്വല മർറത്തിൻ, ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ. നമ്മൾ ഈ ഭൂലോകത്തേക്ക് വരുമ്പോ ആരുമില്ല, കൂടെ ആരുമില്ല.
അനുയായികളില്ല, അല്ലെങ്കിൽ വേറെ ആരുമില്ല. ഓരോരുത്തരും സ്വന്തമായിട്ടാണ് വന്നത്. ഇനി അള്ളാന്റെ മുന്നിൽ പരലോകത്ത് നിൽക്കേണ്ടി വരുന്നത് ഏകനായിട്ട് മാത്രമാണ്. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഏകനായിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ഇൻഡിവിജ്വലായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, തെറ്റ് ചെയ്ത വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ പാപഭാരം ഒരാളും ഏറ്റെടുക്കുകയില്ല. വിസ്റ ഏൽക്കൂല. വാസിറത്തുൻ വിസ്റ ഏൽക്കുന്ന ആള്, തെറ്റേൽക്കുന്ന ഒരാള്. വിസ്റ ഉഖ്റ മറ്റൊരാളുടെ തെറ്റ്. ഓരോരുത്തരും അവനവന്റേത് മാത്രമേ ഏൽക്കുള്ളൂ. ഇവിടെ അള്ളാഹ്ക്ക് പുറമെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകൾ, ആ വിഗ്രഹങ്ങൾ അവരെ ആരാധിക്കുന്ന, അവരുടെ ആരാധ്യരായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഈ മനുഷ്യരുടെയൊക്കെ തെറ്റുകൾ, അവർ ചെയ്തിട്ടുള്ള ഈ വിഗ്രഹാരാധനയെ അവർ ഏറ്റെടുക്കൂ? ഒരിക്കലും ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവർ പറയാ പിന്തുടരപ്പെട്ടിട്ടുള്ള ഈ ആരാധ്യമൂർത്തികൾ, ഈ വസ്തുക്കൾ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. മിനല്ലദീനത്തബഉ, അവരെ പിന്തുടർന്നിട്ടുള്ള അവരുടെ ആരാധകരിൽ നിന്ന്. വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ആ സന്ദർഭത്തിൽ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ കണ്ണുകൊണ്ട് നേരെ കൺമുന്നിൽ കാണുകയാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവരുമായിട്ടുള്ള എല്ലാ തരം ബന്ധങ്ങളും അതോടുകൂടി അവസാനിക്കുകയാണ്. അവര് ഞങ്ങളറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവരൊഴിഞ്ഞു മാറുന്നു. പിന്നെ അവർ ഇതുവരെ പ്രതീക്ഷിച്ചത് ഈ ദൈവങ്ങൾ, പരലോകത്ത് വെച്ച് ഈ ദൈവങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ തരം നന്മകളും നേടിത്തരും അള്ളാഹിനോട് പറഞ്ഞിട്ട്. ഈ ദൈവങ്ങൾ അള്ളാഹിനടുക്കൽ ഞങ്ങൾക്കുണ്ടായേക്കാവുന്ന എല്ലാ പരിക്കുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കും. ഇത് ഈ പ്രതീക്ഷയിലാണ്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാൻ ഇവർ വരും. ഇവര് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചു തരും, ഞങ്ങൾക്ക് വേണ്ട അടുപ്പം അള്ളാഹിന്റെ അടുക്കൽ ഉണ്ടാക്കി തരും എന്നെല്ലാം വ്യാമോഹത്തിലാണ് ഇതുവരെ ആരാധിച്ചത്. പക്ഷേ അവരൊഴിഞ്ഞു മാറി. ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമല്ല. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, പരസ്പരമുള്ള ബന്ധങ്ങൾ തീർത്തും മറ്റുപോയി. ആ സന്ദർഭത്തിൽ ഈ എല്ലാ പിടുത്തം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ അനുയായികൾ, ഈ ആരാധകര് പറയാ, ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, ജീവിതം ഒന്നുകൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, ദുനിയാവിലേക്ക് ഒരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, ഈ സന്ദർഭത്തിൽ നിർണായക ഘട്ടത്തിൽ ഞങ്ങളെ കൈയൊഴിച്ച് ഒഴിഞ്ഞു മാറിയ ഈ ആളുകളില്ലേ, ഇപ്പൊ അവർ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് അവരെ ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. പിന്നെ അവരെ പിന്നാലെ പോകുമായിരുന്നില്ല. പക്ഷെ പരീക്ഷണത്തിന് ഒരവസരമുള്ളൂ. 2 തവണ അള്ളാഹു അവസരം തരാൻ പോകുന്നില്ല. അതൊരു വെറും വാക്ക് മാത്രമാണ്. ഇന്നഹ കലിമ, അതൊരു വെറും വാക്കാണ്. അത് പറയുന്ന ആളതങ്ങ് പറയാ മാത്രമേ ഉള്ളൂ. അള്ളാഹു തിരിച്ചു ചോദിക്കുക ചെയ്യുന്നത്, അവലൻ നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് എന്തേ മതിയായ ഒരു ആയുസ് സമയം ഞാൻ ഭൂലോകത്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിലപാട് സ്വീകരിക്കാനും കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആവശ്യമായ ഒരു സമയം നിങ്ങൾക്ക് നാം തന്നിട്ടില്ലേ? ഒരു ആയുസ് തന്നിട്ടില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഉൾക്കൊള്ളേണ്ടവന് ഉൾക്കൊള്ളാൻ ആവശ്യമായ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ ആവശ്യമായ അത്രയും ഒരു സമയം, ആയുസ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? വജാഅകുമുൻ നദീർ, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എണ്ണി എണ്ണി വിശദമായി പറഞ്ഞു തരാൻ താക്കീതുകാർ വന്നിട്ടില്ലേ? അതിലൊന്നും സംശയമല്ല. അതിനാൽ ഫദൂഖു, ഇനി അനുഭവിക്കല്ലാതെ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ടൊരു നിവൃത്തിയില്ല. വമാലിൽ ളാലിമീന മിൻ നസ്വീർ, അക്രമകാരികൾക്ക് ഒരു സഹായി അവിടെ ഉണ്ടാവില്ല. കഴിഞ്ഞു. ഇതാണ് അതിന്റെ അവസ്ഥ. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, പാപം ഏറ്റെടുക്കുന്ന പാപവുമായി വരുന്ന ഒരാളും പാപം ഏൽക്കുകയില്ല. വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ പാപം.
ഒരു വാസറത്തിന്റെയും ഒരു പാപിയുടെയും പാപത്തെ മറ്റൊരാൾ ഏറ്റെടുക്കൂല. വാപ്പ മകന്റേത് ഏറ്റെടുക്കാനുണ്ടാവില്ല, മകൻ വാപ്പാന്റേത് ഏറ്റെടുക്കാനുണ്ടാവില്ല. അങ്ങനെയാണ് ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഭാര്യയുടേത് ഭർത്താവോ ഭർത്താവിന്റേത് ഭാര്യയോ ഏറ്റെടുക്കൂല. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. ഒരു ജനകനും ഒരു പിതാവും തന്റെ മകന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സ്പെയർ ചെയ്യാൻ അവിടെ ഒരുക്കാവൂല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. അല്ലെങ്കിൽ ഒരു മകനും തന്റെ പിതാവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് പകരം കൊടുക്കാൻ, എന്തെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കാൻ അയാളുണ്ടാവില്ല. മകൻ വാപ്പാക്കോ വാപ്പാക്ക് വേണ്ടി മകനോ ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യക്കോ ഒന്നും ചെയ്യൂല. ഓരോരുത്തരും അവനവന്റെ കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവനവന്റെ കാര്യത്തിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. സുറാത്തിലുള്ള അവസ്ഥ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാര് പോലും ബേജാറിലാണ്. അവർ പോലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ സല്ലിം സല്ലിം, അള്ളാഹുവേ നിന്റെ സലാമത്ത്, നീ രക്ഷ നൽകു എന്ന് സ്വന്തം കാര്യം നോക്കുകയാണ്. നഫ്സി നഫ്സി എന്ന് മാത്രമേ, അവനവന്റെ കാര്യം മാത്രമേ അവിടെ ആരും നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും പേര് വിളിച്ച് ഈ കാര്യം ഉണർത്തിയത്. ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന നബിയുടെ മകളായ ഫാത്തിമയെ വിളിച്ചു പോലും പറഞ്ഞു, യാ ഫാത്തിമ ബിൻത മുഹമ്മദ് അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരം നീ കാത്തുകൊള്ളണം നരകത്തിൽ നിന്ന്. വയാ സുഫിയ്യതു അമ്മത്തി റസൂലില്ലാഹ്, റസൂലുള്ളാന്റെ അമ്മത്താണ്, അമ്മായിയാണ്, വാപ്പാന്റെ പെങ്ങളാണ് സുഫിയ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, അൻഖിദി നഫ്സകി മിനന്നാർ, നിങ്ങളുടെ ശരീരം നരകത്തിൽ നിന്ന് നിങ്ങൾ തന്നെ കാത്തോളണം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് അവിടെ ഒരു ഉപകാരം ചെയ്തു തരാൻ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്, അതിന് എനിക്ക് കഴിയില്ല. അങ്ങനെ ഓരോരുത്തരെയും തന്റെ അടുത്ത ബന്ധുക്കളെ ഇക്കാര്യം പറഞ്ഞ് താക്കീത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഓരോരുത്തരെയും വിളിച്ചിട്ട് പേരിൽ വിളിച്ചിട്ട് റസൂലുള്ളാഹി താക്കീത് ചെയ്തിട്ടുള്ളതാണ്. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കൂല. നിങ്ങളെല്ലാവരും ജീവിച്ചു, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്തു എന്നുള്ളത് അള്ളാഹ്ക്ക് ഒരു ഉപകാരം ചെയ്യുന്ന കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രൂപത്തിൽ അള്ളാഹ്ക്ക് എതിര് ചെയ്തു എന്നുള്ളത് അള്ളാഹ്ക്ക് എന്തെങ്കിലും ദ്രോഹം വരുത്തുന്ന കാര്യമല്ല. അള്ളാഹ്ക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഗനിയ്യുൻ അൻകും അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങൾക്ക് സദാസമയം അള്ളാഹിന് ആവശ്യമുണ്ട്. അള്ളാഹിനെ ആശ്രയിക്കാതെ ഒരു നിമിഷാർത്ഥം പോലും നിങ്ങൾക്ക് നിലകൊള്ള സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിന് നിങ്ങളെ ഒരാളെയും ആവശ്യമില്ല. അള്ളാഹു ഗനിയാണ്, അവൻ ധന്യനാണ്, ആവശ്യമില്ലാത്തവനാണ്. ഹമീദ്, അവൻ സ്തുത്യർഹനാണ്. എന്നാൽ നിങ്ങൾ അള്ളാഹ്ക്ക് നമ്മൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് തോന്നിയത് ചെയ്തോട്ടെ, അത് പറ്റില്ല. വലാ യർളാ ഇബാദിഹിൽ കുഫർ, അവൻ നിങ്ങളെ പഠിച്ചത് അവന്റെ മാത്രം ആരാധ്യത അംഗീകരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വമാ ഖലഖതുൽ ജിൻ വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ നിലക്ക് നിങ്ങൾ അല്ലാത്തവർക്ക് ആരാധന നൽകിയാൽ, മറ്റുള്ളവരുടെ ആരാധ്യത അംഗീകരിച്ചാൽ, വലാ യർളാ ഇബാദിഹിൽ കുഫർ, അവന്റെ അടിയാറുകൾക്ക് അവൻ ഈ കുഫർ, ഈ നന്ദികേട് അവൻ ഒരിക്കലും വകവെച്ചു കൊടുക്കുകയില്ല. മറിച്ച് അവന്റെ മാത്രം ആരാധ്യത അംഗീകരിക്കുന്നു, മറ്റുള്ളവരുടെ ആരാധ്യതയെ നിരാകരിക്കുന്നുവെങ്കിൽ വൈൻ തഷ്കുറു യർളഹു ലക്കും, അത് നിങ്ങൾ കാണിക്കുന്ന നന്ദി, നിങ്ങൾ അവനിൽ നിന്ന് അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന സകലമാന അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി ചെയ്ത് തീർക്കാൻ കഴിയില്ല. പക്ഷെ അവൻ നിങ്ങളോട് മിനിമം ആവശ്യപ്പെട്ടിട്ടുള്ള നന്ദി ഇതാണ്. ആ നന്ദി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവൻ നിങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന കാര്യമാണ്. ഒരാൾ ചെയ്തത് മറ്റൊരാൾക്ക് ബാധകല്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ വഹിപ്പിക്കപ്പെടൂല.
സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, പിന്നെ നിങ്ങളുടെ റബ്ബിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. അങ്ങനെ മടങ്ങുന്നു മാത്രല്ല, അവിടെ മടങ്ങി നിങ്ങൾക്ക് വേണ്ടടത്ത് കൂടി നടക്കാന്ന് കരുതണ്ട. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഇവിടെ വെച്ച് എന്തെല്ലാം പേക്കൂത്തുകളാണ്, എന്തെല്ലാം മാൽമാസങ്ങളാണ് നിങ്ങൾ നടത്തിയത്, അതിനെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് പറഞ്ഞു തരുമ്പോ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ഏട്ടിലാക്കി നിങ്ങൾക്ക് എഴുതി തരും. അതിന് നിങ്ങൾ ആ ചെയ്ത കാര്യത്തെ നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. നിങ്ങൾക്കെതിരിൽ സാക്ഷികളായി വെക്കും. നിങ്ങളുടെ ശരീരാവയവങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലുള്ള ത്വക്ക്, തൊലി എല്ലാം നിങ്ങൾക്ക് സാക്ഷി പറയും, എതിരിൽ സാക്ഷി പറയും. പിന്നെ മറ്റ് സാക്ഷികളെ അല്ലാഹു ഹാജരാക്കും. അങ്ങനെ ഫയുനബ്ബിഉക്കും, അവൻ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വൃത്താന്തം അവൻ നിങ്ങൾ അറിയിച്ചിരിക്കും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അവന്റെ അടുക്കൽ നിന്ന് മറച്ചു പിടിക്കാമെന്ന് മോഹിക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ, മാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ ഗോപ്യമാക്കി വെക്കുന്ന, ഹൃദയങ്ങൾ അടക്കി വെക്കുന്ന രഹസ്യങ്ങൾ പോലും അതിസൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അവൻ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർള, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാത്രം ആരാധ്യത എന്നുള്ളത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്കും കൂടി ആരാധ്യത നിങ്ങൾ വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹ്ക്ക് നിങ്ങളെ ആരും ആവശ്യമല്ല. അതുകൊണ്ട് അള്ളാന്റെ ആധിപത്യത്തിലൊന്ന് കൂടിയ കുറെ ചെയ്യില്ല. അത് പ്രശസ്തമായ ഖുദ്സിയായ ഹദീസിൽ അങ്ങനെ വന്നിട്ടുള്ളത്. ലൗ അന്ന യാ ഇബാദി, എന്റെ അടിയാറുകളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും, നിങ്ങളിലുള്ള ആദ്യത്തെ വ്യക്തി മുതൽ ഏറ്റവും അവസാനത്തെ വ്യക്തി വരെയുള്ളവർ മുഴുവൻ പേരും, വജിന്നക്കും വഇൻസക്കും, ജിന്നുവർഗത്തിൽപ്പെട്ടവരാകട്ടെ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാകട്ടെ മുഴുവൻ ആളുകളും, അവരെല്ലാവരും കൂടിയിട്ട് സ്വാറു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം പോലെയുള്ള ഒരു മനുഷ്യനെ പോലെ നിങ്ങൾ ജീവിച്ചു, അത്രയും അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ, അതെന്റെ ആധിപത്യത്തിൽ എന്തെങ്കിലും ഒരു തരിമ്പ് പോലും വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവ്വല് മുതൽ ആഖിർ വരെയുള്ള ആളുകൾ, ജിന്ന് മുതൽ ഇൻസ് വരെയുള്ള ആളുകൾ മുഴുവനും സ്വാറു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഏറ്റവും വലിയൊരു തെമ്മാടിയുടെ ഹൃദയത്തിൽ ജീവിച്ചാൽ മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എന്റെ ആധിപത്യത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും അത് ചുരുക്കിക്കളയാനും പോകുന്നില്ല. അപ്പൊ അല്ലാഹു ഗനിയാണ്, അവന്റെ അടിയാറുകൾക്ക് അവന് ഈ നന്ദികേട് തൃപ്തിപ്പെടുന്നില്ല. വലായറുല്ലാഹി ഇബാദിഹിൽ കുഫർ, മറിച്ച് അവന് നന്ദി കാണിക്കുക, അവന്റെ മാത്രം ആരാധ്യത വകവെക്കുക, മറ്റുള്ള സൃഷ്ടികളുടെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ ആരാധ്യതയെ നിങ്ങൾ നിഷേധിക്കുക. അങ്ങനെ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ യർലഹൂലക്കും, അത് അവൻ നിങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന കാര്യമാണ്. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റൊരാൾ ഉത്തരവാദിയാവില്ല. ഒരാളുടേത് മറ്റൊരാൾക്ക് കിട്ടാനും പോകുന്നില്ല. വാപ്പ മകന് വേണ്ടിയോ, മകൻ വാപ്പാക്ക് വേണ്ടിയോ, ഭാര്യ ഭർത്താവിന് വേണ്ടിയോ, ഭർത്താവ് ഭാര്യക്ക് വേണ്ടിയോ ഒരു കാര്യം അവിടെ പകരം ചെയ്യാത്ത, വിട്ടുവീഴ്ച ചെയ്യാത്ത, വിട്ടുകൊടുക്കാത്ത ദിവസമാണ് അന്ത്യനാൾ. ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. ആ ദിവസത്തിൽ അള്ളാഹിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അള്ളാഹിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ചെയ്ത ഏത് ചെറുതും വലുതും, ലാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസ്വാഹ, ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നും വിട്ടുപോകാതെ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും. അത് ഗ്രന്ഥത്തിലാക്കി തരും. അതിൽ അള്ളാഹു സാക്ഷികളെ ഹാജരാക്കും. നിങ്ങളുടെ ശരീരാവയവങ്ങൾ തന്നെ നിങ്ങൾക്കെതിരിൽ സാക്ഷിയാകും. അതിനു പുറമെ മറ്റു സാക്ഷികളെ അള്ളാഹു ഹാജരാക്കും. ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കാന്ന് വിചാരിക്കരുത്. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഒരു ഭാഗം മാത്രം വായിച്ച് നിർത്താം. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ നിശ്ചയമായും അള്ളാഹു നിങ്ങളെ തൊട്ട് ധന്യനാണ്, നിങ്ങൾ ആവശ്യമില്ലാത്തവരാണ്. അതിന്
അല്ലാമത്തു സഅദി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം കൊടുത്തിട്ടുള്ള തഫ്സീർ, ലാ യദുർറുഹു, അവനെ ഉപദ്രവിക്കില്ല, അവന് ഉപദ്രവമേൽപ്പിക്കില്ല. മലയാളത്തിൽ ലുറ് എന്ന് പറഞ്ഞാലും അതാന്ന് പറഞ്ഞാലും അതിനൊക്കെ നമ്മൾ ഉപദ്രവം എന്ന് പറയും. അറബിയിൽ സൂക്ഷ്മമായ ഇത്തരം ആശയങ്ങളെ വകതിരിച്ച് വ്യവച്ഛേദിച്ച് പറയാൻ പറ്റും. മലയാളത്തിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ വിശദീകരിച്ച് പറയേണ്ടി വരും. ലുറ് അള്ളാഹുവിലേക്ക് എത്തൂല. അതാ എന്നുള്ളത് അത് മാത്രമാണ് അള്ളാഹുവിലേക്ക് ചേരുക. അവന്റെ സൃഷ്ടികൾ അള്ളാഹിനെ ഏതെങ്കിലും തരത്തിൽ ഒരു ഉപദ്രവം വരുത്താൻ വിചാരിച്ചാൽ അള്ളാഹുവിന് ഉപദ്രവം ഏൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യം വരുമ്പോ അതിന് ലാ യദുർറുഹു, ലുറ് എന്നാണ് പറയാ. നേരെ മറിച്ച് ഒരാൾക്ക് അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? നന്ദികേട് പറയാം. അള്ളാഹുവിന് ഒരാൾക്ക് വേണമെങ്കിൽ ചീത്ത വിളിക്കാം. അതിന് അറബിയിൽ അത് അള്ളാഹ്ക്ക് കേൾക്കാൻ പോകുന്നില്ല. അവന് പറയണോരങ്ങനെ പറയാന്നല്ലാണ്ട് അള്ളാഹ്ക്ക് അതുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. അള്ളാഹ്ക്ക് അത് ദോഷം വരുത്തുന്നില്ല. അങ്ങനെയുള്ളതിന് ഈദ എന്നാണ് പറയാ. അതീയത്ത് എന്നാ പറയാ. യുദൂന അല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അള്ളാഹ് അയച്ചിട്ടുള്ള അവന്റെ ദൂതനെയും ഈദാ ചെയ്യുന്ന ആളുകൾ. കളവാക്കുക എന്നുള്ളത് ഈദാ ആണ്. ശത്മ് എന്ന് പറയുന്നത് ചീത്ത പറയാന്നുള്ളത് ഈദാ ആണ്. ഇസ്തിഹ്സാ, പരിഹാസം എന്ന് പറയുന്നത് ഈദാ ആണ്. അങ്ങനെ ഒരാള് കളവാക്കിയാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം കൊള്ളാൻ പോകുന്നില്ല. പരിഹസിച്ചാൽ അള്ളാഹുവിനത് കൊള്ളാൻ പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ കൊള്ളുന്ന ഒരു ഉപദ്രവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുറ് എന്നാണ് പറയുന്നത്. ലാ യദുർറുഹു, അള്ളാഹുവിന് ലുറ് ഉപദ്രവം വരുത്താൻ കഴിയില്ല. കുഫ്റുക്കും, നിങ്ങളുടെ അവിശ്വാസം, നിങ്ങൾ അവിശ്വസിച്ചു എന്നത് അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്തില്ല. കമാ ലാ യൻതഫിഉ ബിതഅതികും, നിങ്ങളുടെ ത്വാഴത്ത് കൊണ്ട് നിങ്ങൾ അവന് വഴിപ്പെട്ടവനായി ജീവിച്ചു, ത്വാഴത്ത് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചുവെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരവും അള്ളാഹ്ക്ക് കിട്ടാനും പോകുന്നില്ല. നമ്മളെല്ലാവരും നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ, ഏറ്റവും തഖ്വയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തോടു കൂടി ജീവിച്ചാൽ അത് അള്ളാഹ്ക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? അതുകൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് എടുക്കാനുണ്ടോ? അള്ളാഹിന്റെ ആധിപത്യത്തിൽ വല്ല വർധനവ് വരുത്താൻ പോകുന്നുണ്ടോ? ഒന്നും വരുത്താൻ പോകുന്നില്ല. നിങ്ങളുടെ താഴ്ത്ത് അവൻ ഉപകരിക്കാത്തതുപോലെ നിങ്ങളുടെ കുഫർ അവന് യാതൊരു ദ്രോഹവും വരുത്തി വെക്കില്ല. വലാക്കിൻ അംറുഹു വനഹിയുഹു ലക്കും മഹ്ദു ഫളിഹി വഇഹ്സാനിഹി അലൈക്കും. അള്ളാഹു അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നത് അവന്റെ അമ്രഹു വനഹിയഹു ലക്കും, അത് അവനെന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാകുന്നത് കൊണ്ടല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് മഹ്ദു ഫളിഹി വഇഹ്സാനിഹി അലൈക്കും, അവന്റെ ഔദാര്യം, അവൻ ചെയ്യുന്ന നന്മ കേവലമായ തനിച്ച അവന്റെ ഔദാര്യവും നന്മയുമാണ് അലൈക്കും നിങ്ങൾക്കുള്ള. അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം തരും. അത് നിങ്ങൾ ധിക്കരിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ മുടങ്ങും, നിങ്ങൾ ശിക്ഷ വരേണ്ടി വരും. അത് നിങ്ങൾക്കുള്ള ഇഹ്സാനായിട്ട് അള്ളാഹു തന്നതാണ്. അല്ലാണ്ട് നിങ്ങളുടെ അനുസരണവും ധിക്കാരവും, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്ന തൗഹീദും അല്ലെങ്കിൽ അവനിൽ പങ്കുചേർക്കുന്ന ശിർക്കും, ഇതൊന്നും ലാ യദുർറുഹു, അള്ളാഹിനെ ഉപദ്രവം വരുത്താൻ, ദോഷം വരുത്താൻ പോകുന്നില്ല. നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു ഉപകാരം അതുകൊണ്ടുണ്ടാകാനും പോകുന്നില്ല. അതല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങളെടുത്താൽ നിങ്ങൾക്കാണ് അതിനുള്ള മെച്ചം. അത് അള്ളാഹിന്റെ ഇഹ്സാൻ നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. ബാക്കി അടുത്ത ആഴ്ച വായിക്കാം. വബിഹാദിൽ ഖദ്രി നക്തഫിൽ യൗം വഅസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യതവല്ലാനാ ജമീഅൻ ഫിദ്ദുനിയാ വൽ ആഖിറതി ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.